പ്രതിസഭയിൽ നിലപാട് വ്യക്തമാക്കിയ ജി സുകുമാരൻ നായർ കോൺഗ്രസിനെയും ബി ജെ പിയെയും വിമർശിച്ചു. നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞ ബി ജെ പി വഞ്ചിച്ചു. കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ NSS പ്രതിസഭാംഗങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു. പൂർണ്ണ നിലപാട് ജനറൽ സെക്രട്ടറിയൊപ്പം NSSനൊപ്പം NSSന്റെ താല്പര്യത്തിനൊപ്പമാണ് ഞങ്ങൾ. ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് NSSന്റെ നിലപാട് മന്നത്ത് ആചാര്യന്റെ നിലപാട് ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് ഇന്നലെ രാഷ്ട്രീയക്കാരത്തെയാണ് ഞാൻ, പക്ഷേ സമുദായത്തിന്റെ നിലപാട് സമുദായത്തിന്റെ ശക്തമായ നിലപാടാണ്. ഞാൻ വിശ്വസിക്കുന്ന ആ NSS എന്ന് പറയുന്നത് എൻ്റെ ജീവാത്മാവാണ്. രാഷ്ട്രീയത്തിലുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരി, അറിയാലോ നിങ്ങൾക്കൊക്കെ. ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ നിലപാട്, അത് രാഷ്ട്രീയ നിലപാടാണോ? ആചാരാനുസരണത്തിന്റെ നിലപാടാണ്. പൂർണ്ണ പിന്തുണയാണ്, പിന്നെ പരിപൂർണ പിന്തുണയാണ് NSSന്റെ നിലപാടാണ്. വിജയമായിരുന്നു 100%. യാതൊരുവിധ എതിരും സുകുമാരൻ സാറിന് ഒരാളുടെ വസ്തു ഉണ്ടായിട്ടില്ല. സെക്രട്ടറിയുടെ നിലപാടിന് പൂർണ്ണ പിന്തുണയാണ്. അത് കൃത്യമായി വിശദീകരിച്ചു. പൂർണ്ണം സമ്പൂർണ്ണം എല്ലാ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി പൂർണ്ണ പിന്തുണ, ജനറൽ സെക്രട്ടറി എല്ലാം. പെരുന്നയിൽ നിന്ന് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. ടോബി, ഇതിൽ ഏറ്റവും കൗതുകം ഈ NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിനിധി സമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനൊപ്പം എന്ന് അതിനുശേഷം ടോബിയൊക്കെ സംസാരിച്ചപ്പോൾ പറയുന്നത് നമ്മൾ കേട്ടു. കോൺഗ്രസിന്റെ കോട്ടയത്തെ നേതാക്കളാണ്, സംസ്ഥാനത്തെ നേതാക്കളാണ്. അവരൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ചുമതലകൾ വഹിക്കുന്നവരാണ്, നഗരസഭകളിലൊക്കെ ചുമതലകൾ വഹിക്കുന്നവരാണ്. അവരും ഈ വിഷയത്തിൽ സമുദായ താല്പര്യത്തിനൊപ്പം എന്നാണ് പറയുന്നത്. ജി സുകുമാരൻ നായർ ഒരു പടി കൂടി കടന്ന് സമദൂരത്തിലെ ശരിദൂരമാണ് ഇപ്പോൾ കണ്ടത്. ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിച്ചത് സമദൂരത്തിലെ ശരിദൂരമാണ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സമദൂരമുണ്ട് എന്ന് പറയുമ്പോഴും അതിലൊരു ശരിദൂരമുണ്ട്, അതാണ് ഇപ്പോൾ കണ്ടത് എന്നും വിശദീകരിക്കുന്നുണ്ട്. ആ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയാണ് പ്രതിനിധി സഭയിൽ ഇന്ന് കിട്ടിയത്. ആരും ഒരു എതിരഭിപ്രായം പറഞ്ഞില്ല. കരയോഗങ്ങളിലൊക്കെ ഫ്ലെക്സും ബാനറും രാജിയും വാർത്താ സമ്മേളനങ്ങളിലൂടെ വിമർശനങ്ങളും ഒക്കെ ഉയരുമ്പോഴും ഇക്കാര്യത്തിൽ ഈ NSSന്റെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണല്ലോ പ്രതിനിധി സഭ, അതിൽ ജനറൽ സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണയാണല്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ബജറ്റ് സംബന്ധിച്ചുള്ള ഒരു അജണ്ടയായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയത് ഈ നിലപാട് സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻപ് ഈ പ്രതിനിധി സഭ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഇത്രയും വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ ഈ അംഗങ്ങളോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു ആവശ്യകത സുകുമാരൻ നായർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രധാന ചർച്ചയായിട്ട് വന്നത് ഈ വിഷയമായിരുന്നു. അതിൽ അദ്ദേഹം ആദ്യം പ്രസംഗിപ്പിച്ചപ്പോൾ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാട് എടുക്കേണ്ടി വന്നത്, അതുണ്ടായ സാഹചര്യം എന്താണ് നിലപാട് എന്ന് കൃത്യമായി അംഗങ്ങളോട് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ആ നിലപാട് പ്രഖ്യാപനം താൻ നടത്തിയത്. അതിൽ രാഷ്ട്രീയമില്ല, അതൊരു രാഷ്ട്രീയ നിലപാടല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയാറുള്ള സമദൂര നിലപാടല്ല, ആ ഒരു നിലപാടല്ല ഇപ്പോൾ പറഞ്ഞത്. അത് സമദൂരം തന്നെയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര നിലപാടാണ് NSSനുള്ളത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. മനത്ത് പത്മനാഭം പറഞ്ഞതുപോലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അത് സമദൂരത്തിലെ ശരിദൂരമായി മാറുമെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൃത്യമായിട്ട് പ്രതിനിധികളോട് അദ്ദേഹം പറയുകയും ചെയ്തു. അത് അംഗീകരിക്കാൻ പ്രതിനിധികൾക്ക് സാധിച്ചു. അങ്ങനെ പൂർണ്ണ പിന്തുണ, ഈ 300ഓളം വരുന്ന അംഗങ്ങൾ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ രാധാവി നായർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, പാമ്പാടിയിൽ നിന്നുള്ള. അതുപോലെ തന്നെ ഗോപകുമാർ കോട്ടയം നഗരസഭ വൈസ് ചെയർമാനാണ്. കോൺഗ്രസിന്റെ പ്രതിനിധികളാണിവർ. അവർക്ക് പോലും ഈ ഒരു നിലപാടിനെ അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വിഷയം. അതിനുള്ള കാരണം ഇതാണ്, ഇതൊരു രാഷ്ട്രീയ നിലപാടല്ല, അതിനപ്പുറത്തേക്ക് ഇതൊരു ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടാണ് NSS സ്വീകരിച്ചത് എന്ന് കൃത്യമായി സുകുമാരൻ നായർക്ക് പ്രതിനിധികളോട് പറയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ മാത്രമാണ് ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ളത്. അത് വിരലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. നിരവധി കരയോഗങ്ങളുണ്ട്, 5600ഓളം കരയോഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒന്നും തന്നെ അങ്ങനെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലോട്ടൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധത്തെ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നതും. ഏതായാലും ഈ ഒരു വ്യക്തത വരുത്തിയത് കൊണ്ട് തന്നെ NSSനുള്ളിൽ ഇനി ഈ വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല.
മറ്റൊരു വശത്ത് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിന് ഒരു ആശ്വാസം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് NSS നടത്തിയ പ്രതികരണങ്ങൾ കോൺഗ്രസിനും BJPക്കും വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ അതൊരു രാഷ്ട്രീയ നിലപാടല്ലെന്ന് പറഞ്ഞു വെക്കുമ്പോൾ NSS പ്രതിനിധി സമ്മേളനത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസിനും ഒരല്പം ആശ്വാസമുണ്ട്. ഇതൊരു രാഷ്ട്രീയ നിലപാടായി മാറുകയായിരുന്നുവെങ്കിൽ അപ്പോഴും ഈ പ്രതിനിധി സഭയിൽ G. സുകുമാരൻ നായർ നടത്തിയ പ്രസംഗത്തിൽ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന വിമർശനമുണ്ട്. BJP നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ടും അവര് അതിനെപ്പറ്റി പിന്നീട് മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും കോൺഗ്രസിനോടും BJPയോടും ഈ വിഷയത്തിലുള്ള കടുത്ത വിയോജിപ്പ് അദ്ദേഹം കിട്ടുന്ന വേദികളിലൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയ നിലപാടല്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിനോട് വിയോജിപ്പുണ്ട് ഈ വിഷയത്തിൽ, കോൺഗ്രസിന്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ട് NSS നേതൃത്വത്തിന് എന്നാണല്ലോ അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് ആവർത്തിക്കുകയും ചെയ്തല്ലോ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഒരു പക്കാ പൊളിറ്റിക്കലായിട്ടുള്ള, അതായത് LDFന് പൂർണ്ണമായിട്ടും NSS വഴിമാറുന്നു, അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നുള്ളതിൽ നിന്നൊരു ആശ്വാസം കോൺഗ്രസിനും BJPക്കും ഉണ്ടായേക്കാം. എന്തായാലും ഇനിയും ഒരുപാട് പടികൾ കടക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു ഗ്യാപ്പ് കോൺഗ്രസിന് ഫില്ല് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ BJPക്ക് ആ ഒരു അകൽച്ച മാറ്റണമെങ്കിൽ വലിയ ഗ്യാപ്പുണ്ട്. അതിന് ഇനിയും ചർച്ചകൾ വേണ്ടി വരും. ആ ചർച്ചകളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച BJP സ്വീകരിച്ച നിലപാടിനെ നിശ്ചിതമായിട്ടാണ് അദ്ദേഹം വിമർശിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു നാമജപ ഘോഷയാത്രയുമായി ആദ്യം തെരുവിലിറങ്ങിയപ്പോൾ ഇവരാരും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പിന്നീട് ആളുകൾ കൂടുന്ന കണ്ടപ്പോഴാണ് കോൺഗ്രസും BJPയും സമരവുമായി വന്നതെന്നാണ്. അങ്ങനെ ഈ ശബരിമല വിഷയത്തിൽ കോൺഗ്രസും BJPയും സ്വീകരിച്ച നിലപാടുകൾ തെറ്റാണെന്ന് കൂടി സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ തട്ടി ആ ബന്ധം അകലുകയാണെങ്കിൽ അത് പാച്ചപ്പ് ചെയ്യാൻ BJPക്കും കോൺഗ്രസിനും ഇനിയും സമയം വേണ്ടിവരും. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഈ ഇന്നത്തെ NSSന്റെ പ്രതിനിധി സഭയിൽ അംഗങ്ങളായി പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ, അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി നായർ, അതുപോലെ കോട്ടയം നഗരസഭ വൈസ് ചെയർമാൻ ഗോപകുമാർ. ഇവരൊക്കെ തന്നെ ഈ നിലപാടിനോട്, ഈ വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതടക്കം ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് NSS അതിനെ പിന്തുണ അറിയിച്ചു. ആ സമീപനം ശരിയാണ് എന്ന് സുകുമാരൻ നായരുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിന് കൈയടിച്ച ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി. അതിൽ മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ന് UDF ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് വിശദീകരിക്കാൻ കോട്ടയത്ത് UDFന്റെ ഒരു വിശദീകരണ യോഗവും ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഈ അംഗങ്ങളൊക്കെ ഇപ്പോൾ രാധാ വി നായരോ അല്ലെ ഗോപകുമാറോ ഒക്കെ ആ യോഗത്തിലും പോകേണ്ടവരാണ്, അതിൽ പങ്കെടുക്കേണ്ടവരാണ്. അപ്പോൾ അവിടെയും ഇവിടെയും രണ്ടിടത്തും പോകേണ്ടുന്ന അവസ്ഥ ഇത്തരം നേതാക്കൾക്കുണ്ട് എന്നതും അവരുടെ ഒരു അവസ്ഥ അത് സൂചിപ്പിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലും അത് വ്യക്തവുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.